ഞാൻ ആദ്യമായിട്ട് ശ്രീനിവാസനെ കാണുന്നത് ഗൾഫിൽ 94-ലാണ്. ശ്രീനി ആദ്യത്തെ ഒരു പടം കഴിഞ്ഞ് രണ്ടാമതൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ എനിക്കൊന്ന് പ്രൊഡ്യൂസ് ചെയ്യാതെ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ എന്താ ഒന്ന് പരിചയപ്പെടാമെന്ന് പറഞ്ഞ് ശ്രീനിവാസനെ പോയി പരിചയപ്പെട്ടു. എന്നോട് പറഞ്ഞു, തേങ്ങക്ക് നഷ്ടം വന്നാൽ, തേങ്ങ കച്ചവടത്തിന് നഷ്ടം വന്നാൽ 1 രൂപ 2 രൂപ നഷ്ടം വരും. സിനിമയിൽ നഷ്ടം വന്നാൽ ഈ മുടക്കുന്ന കാശ് എല്ലാം പോകും, കൂടാതെ പ്രിന്റ്, പബ്ലിസിറ്റി, ബാക്കി കാര്യങ്ങൾ അതും പോകും. അപ്പോൾ അതുകൊണ്ട് സീരിയസ് ആണെങ്കിൽ മാത്രം ഇതിന് പുറപ്പെട്ടാൽ മതി. ഒരു എമൗണ്ട് ശ്രീനിവാസന്റെ ഒരു ബാങ്ക് അക്കൗണ്ട് വന്നിട്ട് പറഞ്ഞു, ഇതിൽ ഇത്ര എമൗണ്ട് എനിക്ക് അഡ്വാൻസ് ആയിട്ട് തരിക, എന്നിട്ട് നമുക്ക് തുടങ്ങാമെന്ന് പറഞ്ഞു. നെക്സ്റ്റ് ഡേ ഞാൻ ഇതും കൊണ്ട് ഡ്രാഫ്റ്റും കൊണ്ട് നേരെ റൂമിൽ പോകുമ്പോൾ നെടുമുടി വേണു ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, നെടുമുടി വേണു, നിങ്ങളൊന്ന് ഐശ്വര്യമായിട്ട് ഇത് ഒന്ന് ശ്രീനിവാസനെ ഏൽപ്പിക്കുന്നതാണ്. അത് കാണുന്ന സമയത്ത് ശ്രീനി ഒറ്റ പൊട്ടിച്ചിരി. ഓൻ പറഞ്ഞു, സുഹൃത്തെ, ഞാൻ ഇത് സാധാരണ അഡ്വാൻസ് മേടിക്കുന്നതിൻ്റെ ഡബിളാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇതോടുകൂടി നിങ്ങൾ ഇവിടുന്ന് ഓടിപ്പോകുന്ന ഒരു ഇതാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. പക്ഷെ നിങ്ങൾ ഇങ്ങനെ എന്നെ തോൽപ്പിച്ചു കളയെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നിങ്ങൾ എപ്പോഴാണോ റെഡി, സ്ക്രിപ്റ്റ് റെഡിയാ, ആ സമയത്ത് നിങ്ങൾ എന്നോട് പറഞ്ഞാൽ മതി. പക്ഷേ കാശ് ഞാൻ ബാങ്കിൽ ഞാൻ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് 98-ലാണ് ഈ പടം ചിന്താവിഷ്ടയായ ശ്യാമള. ഇതാണ് അതിൻ്റെ അതിൻ്റെ ആദ്യമായിട്ട് ശ്രീനിവാസനായിട്ടുള്ള ഒരു സംഭവം ഇതാണ്.